നമ്മുടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ അടിഭാഗത്ത് വയ്ക്കുന്ന പട്ട നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് അടിക്കാൻ പോവാണ്. അടിച്ചെടുത്ത പീസ് നമ്മൾ ഉള്ളിലേക്ക് മറച്ച് ഇങ്ങനെ ഇവിടെ പതിച്ചടിക്കുകയാണ്. നല്ല വശത്ത് തന്നെയാണ് അടിക്കുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് വെക്കുകയാണ്. ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, തുണി ഇവിടെ നിന്ന് നീങ്ങി പോകാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് ഒരു 1/4 ഇഞ്ച് കയറ്റിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടേക്കൊരു കട്ടിങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് മറിച്ചെടുക്കാം. കൈകൊണ്ടൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുള്ളിലേക്ക് മറിച്ചെടുക്കാം. ഈ വി ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മൊത്തം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പഫ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഈ സെൻറ്റർ പോയിന്റിലേക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്ന് ഓരോ പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്നു. കറക്റ്റ് ആ സെൻറ്ററിലേക്ക് തന്നെ കൊടുക്കുക. അടുത്ത പ്ലീറ്റ്സും ആ സെൻറ്ററിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോന്നും നമ്മൾ ആ സെൻറ്ററിലേക്ക് പ്ലീറ്റ്സ് ആയിട്ട് എടുത്ത് വയ്ക്കുന്നു. അതിനുശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ പ്ലീറ്റ്സ് എല്ലാം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ഇവിടുന്ന് ആ ഭാഗത്തേക്കാണ് മടക്കുന്നത്. സെൻറ്ററിലേക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മടക്കുന്നു. എല്ലാം ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയാണ് താഴ്ഭാഗം കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് മുകളിലത്തെ സ്ലീവ്സ് ഇട്ട് കൊടുക്കാം, പഫ്സ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോ പ്ലീറ്റ്സും ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഒരു 1/2 ഇഞ്ച് വീതം വെച്ചാൽ മതി. ഒരു 1/2 ഇഞ്ച് വീതം ഓരോ പ്ലീറ്റ്സും ഇവിടെ നിന്ന് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓരോ പിൻ കുത്തി കൊടുക്കാം. നെക്സ്റ്റ് പ്ലീറ്റ് എടുക്കുക, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അതും പിൻ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മളിത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 4 ഫ്ലീറ്റാണുള്ളത്. ഇവിടുത്തെ ഇങ്ങോട്ടും ഈ ഹാഫിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുമാണ് താഴെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്ലീറ്റ്സിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ സ്ലീവിൻ്റെ കട്ട് ചെയ്ത് തയ്ച്ച് വെച്ചിരിക്കുന്ന ഭാഗം വെച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ പോർഷൻ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. ആ ഭാഗത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന അളവ് കറക്റ്റാണ്. ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഓരോ പ്ലീറ്റ്സും കൈകൊണ്ട് അമർത്തി പിടിച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്റർ പോർഷനിൽ നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷനിലൂടെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്ലീവ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വയ്ക്കാം. അതിനുശേഷം പൊട്ടവശം ഇതിലെ ബാക്കിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ലൈനിങ് ഇവിടെ ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്ലീവ് മറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്കിത് ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം.